കേരളത്തിലെ റോഡുകളുടെയും പാലങ്ങളുടെയും പശ്ചാത്തല സൗകര്യ വികസനം 30 കൊല്ലത്തിനു മുമ്പേ നടപ്പാക്കിയതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പ്രസ്താവിച്ചു. ചിറ്റൂർ വണ്ണാമട നറണിപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓൺലൈനായാണ് മന്ത്രി റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ മലയോരപാതയുടെയും ദേശീയപാതകളുടെയും തീരദേശപാതയുടെയും വികസനത്തിന് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്തതായി മന്ത്രി അവകാശപ്പെട്ടു. 528 പദ്ധതികൾക്ക് 46,145 കോടി ചിലവഴിച്ചതായി മന്ത്രി പറഞ്ഞു. BMC റോഡുകൾ 60% പൂർത്തിയാക്കാനായി. 100 പാലങ്ങൾ നിശ്ചയിച്ചിടത്ത് 150 പാലങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ നിർമ്മിച്ചു. കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിന് 35,000 കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ചെലവാക്കിയതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ദേശീയപാത 66 പുനർനിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി. മുടങ്ങുമായിരുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ നിശ്ചയദാർഢ്യപ്രകാരം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുത്തത്. ഇതിനായി 550 കോടി സംസ്ഥാന സർക്കാർ ചെലവാക്കിയതായി മന്ത്രി പറഞ്ഞു. ഇങ്ങനെ പശ്ചാത്തല വികസന മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഇവിടെ റോഡ് നവീകരണ പ്രവർത്തികൾക്ക് മാത്രമായി 35,000 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് നീക്കിവെച്ചത്. ബജറ്റ് ഫണ്ട് മാത്രമല്ല, കിഫ്ബി ഫണ്ട്, നബാർഡ് ഫണ്ട്, റീബിൽഡ് കേരള, CRIF തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡ് വികസനം കൂടുതൽ സാധ്യമാക്കാനായി. റോഡ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, പാലങ്ങളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. നിരവധി പാലങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ വന്നത്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ്. 100 ഇപ്പോൾ അത് 150 കഴിഞ്ഞു എന്ന സന്തോഷവരെ നിങ്ങളെ അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലും പാലങ്ങൾ ഒരു കേന്ദ്രങ്ങളായി മാറുന്നു. പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം, ആളുകൾക്ക് ഒത്തുകൂടാനുള്ള സ്ഥലം, വി പാർക്ക് ഇതിനകം തന്നെ പ്രസിദ്ധമായിട്ടുണ്ട്, ജനകീയമായിട്ടുണ്ട്. ലെവൽ ക്രോസുകൾ നമ്മുടെ നാട്ടിൽ യാത്രക്കാരുടെ സമയം ഒരുപാട് കവർന്നെടുക്കാറുണ്ട്. ലെവൽ ക്രോസ് ഒന്നുപോലും ഇല്ലാത്ത കേരളം എന്ന സ്വപ്ന പദ്ധതി, അത് യാഥാർത്ഥ്യമാക്കാൻ കേരളം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. വലിയ മുന്നേറ്റമുണ്ടായി. ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തിയായ ഒരു കാലമാണിത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 10 എണ്ണം നമ്മൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. 4 എണ്ണം ഇപ്പോൾ ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ നിരവധി പദ്ധതികൾ. 30ഓളം റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ആകെ 150ഓളം മേൽപ്പാലങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി, വൈസ് പ്രസിഡന്റ് സരിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാധാകൃഷ്ണൻ, പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ്, നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് മഹേഷ്, ധന്യ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S വിനോദ് ബാബു, ബീന, സുധീർ, സബിത എന്നിവർ പ്രസംഗിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ ഹൈജീൻ ആൽബർട്ട് സ്വാഗതവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P അനുരാഗ് നന്ദിയും പറഞ്ഞു. വണ്ണാമട ചിറ്റൂർ റോഡിനെയും തത്തമംഗലം മീനാക്ഷിപുരം റോഡിനെയും ബന്ധിപ്പിക്കുന്ന കല്യാണപ്പേട്ട ആലങ്കടവ് റോഡിലാണ് ചിറ്റൂർ പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ചത്. 2023 ഭരണാനുമതി ലഭിച്ചത്. 24 കരാർ പ്രവൃത്തി ഏൽപ്പിച്ചു. കോൺക്രീറ്റ്, ഡെസ്ക്, സ്ലാബ്, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.